മലപ്പുറം വളാഞ്ചേരിയിൽ 3 കേസുകളിലായി 4 പേരെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ധനസഹായ ശേഖരണ പെട്ടി മോഷ്ടിക്കൽ, ജോലി വാഗ്ദാനം നൽകി പറ്റിക്കൽ, അടയ്ക്കാമോഷണം എന്നീ കേസുകളിലാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജോലി വാഗ്ദാനം ചെയ്ത് അസം സ്വദേശിയായ യുവതിയെ നാട്ടിലെത്തിച്ച് ജോലി നൽകാതെ പറ്റിച്ച സംഭവത്തിലാണ് 2 പേരെ വളാഞ്ചേരി പോലീസ് പിടികൂടുന്നത്. അസം സ്വദേശിയായ യാസിം ആലം, മുഹീം ഹുസൈൻ എന്നിവരെയാണ് പോലീസ് വലയിലാക്കുന്നത്. അസം സ്വദേശിയായ സ്ത്രീയെ കേരളത്തിൽ നല്ല ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് യുവാക്കൾ പറ്റിക്കുകയായിരുന്നു. നാട്ടിലെത്തിയ യുവതിയോട് ലൈംഗിക തൊഴിൽ ചെയ്യണമെന്ന് പ്രതികൾ ആവശ്യപ്പെട്ടു. നിസ്സഹരിച്ച യുവതിയെ പിന്നീട് യുവാക്കൾ മർദ്ദിക്കുകയും വിവസ്ത്രയാക്കുകയും ചെയ്തു. ഇവരിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വളാഞ്ചേരി ടൗണിൽ സ്ഥാപിച്ചിരുന്ന ഡയാലിസിസ് സെന്ററിന്റെയും പാലിയേറ്റീവ് കാരുണ്യ എന്നീ സംഘടനകളുടെയും ധനശേഖരണാർത്ഥം സ്ഥാപിച്ച പെട്ടികൾ മോഷണം നടത്തിയ കേസിലാണ് ഇരുമ്പിളിയം സ്വദേശി ഇബ്രാഹിമിനെ പോലീസ് പിടികൂടുന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കഞ്ഞിപ്പുര കൂടശ്ശേരിയിൽ 25,000 രൂപ വിലമതിപ്പുള്ള 3 ചാക്ക് അടക്കം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലാണ് മറ്റൊരു അറസ്റ്റ്. കേസിൽ കരിപ്പോൾ സ്വദേശി മുഹമ്മദ് പുളിക്കലിനെയാണ് പോലീസ് പിടികൂടിയത്. കൂടശ്ശേരിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അടക്കം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവാവ് പിടിയിലാകുന്നത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.